ഓരോ രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ചോദ്യം സാധാരണഗതിയിൽ സ്കൂളുകളിൽ നടക്കുന്ന ഓപ്പൺ ഹൗസ് പോലെയുള്ള ഫോറങ്ങളിലോ അല്ലെങ്കിൽ പാരൻറ്റ് ടീച്ചർ മീറ്റിങ്ങുകളിലോ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുന്നത് മാത്തമാറ്റിക്സ് എങ്ങനെ സിമ്പിളായിട്ട് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓരോ കാലഘട്ടത്തിലും ഓരോ സമയത്തും ഓരോ സ്കൂളിലും ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിനൊക്കെയുള്ള ഒരു പോംവഴിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂളിലെ അനുഭവസ്ഥരായിട്ടുള്ള ഞങ്ങളുടെ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രധാനമായിട്ടും പറയാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ ഫൺമിയോ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനെ പറ്റിയാണ്. വളരെ നല്ല രീതിയിൽ ഇപ്പോൾ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള സ്കൂളുകളിൽ നല്ല രീതിയിൽ ഈ ഒരു ഫൺമിയോയുടെ പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്സ് എത്രമാത്രം സിമ്പിളായിട്ട് പഠിപ്പിക്കാനായിട്ട് സാധിക്കും, ഗെയിമുകളിൽ കൂടെ, ആ കളികളിൽ കൂടെ അതിൻ്റെ പ്രാധാന്യം അവർക്ക് മനസ്സിലാക്കി അത് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഫൺമിയോ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. ഇത് മാത്സിൻ്റെ കിറ്റും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ആക്ടിവിറ്റീസും ഒക്കെ നിറഞ്ഞ വളരെ ഒരു സമീകൃതമായിട്ടുള്ള ഒരു പരിപാടിയാണ്. എൻ്റെ സ്കൂളിൽ ഈ ഒരു പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള വ്യത്യാസം വളരെ വലുതാണ്. പാരൻസ് രണ്ട് കൈയും നീട്ടി വളരെ നിർലോഭമായിട്ട് ഈ ഒരു ഉദ്യമത്തോട് സഹകരിക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇനിയും വരും വർഷങ്ങളിൽ മറ്റ് ക്ലാസ്സുകളിൽ കൂടെ, ഈ വർഷം ഇവിടെ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഇനിയുള്ള വർഷങ്ങളിൽ കൂടുതൽ ക്ലാസ്സുകളിലേക്ക് വ്യാപിപ്പിക്കണം എന്നുള്ള ഒരു അത്യധികം താല്പര്യത്തോടെയാണ് പാരൻസ് ഇപ്പോൾ ഞങ്ങളോട് സഹകരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഫൺമിയോയുടെ പ്രോഗ്രാംസും അതിൻ്റെ സാരഥ്യം വഹിക്കുന്ന നമ്മുടെ രാകേഷ് സാറും അരവിന്ദ് സാറും ഒപ്പം അവരുടെ കൂട്ടത്തിലുള്ള ആ ടീമും ഏറ്റവും നല്ല രീതിയിൽ അവർ അഭിനന്ദനം അർഹിക്കുകയാണ്. തീർച്ചയായിട്ടും കൂടുതൽ നല്ല രീതിയിൽ ഈ ഒരു സേവനം എല്ലാ സ്കൂളുകളിലും ലഭ്യമാക്കുവാനായിട്ട് അവർക്ക് സാധിക്കട്ടെ. അതിനുള്ള പ്രചോദനം അവർക്ക് തീർച്ചയായിട്ടും നമ്മളാണ് അവർക്ക് കൊടുക്കേണ്ടത്. പാരൻസ് ആണെങ്കിലും അക്കാഡമിക് രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പൽസോ അധ്യാപകരോ അല്ലെങ്കിൽ എല്ലാവരും തന്നെ ഈ ഒരു ഉദ്യമത്തിന് അവരോട് ആത്മാർത്ഥമായിട്ട് സഹകരിക്കണം എന്ന് പ്രത്യേകം ആഹ്വാനം ചെയ്യുന്നു. തുടർന്ന് നല്ല രീതിയിൽ പ്രോഗ്രാം കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിക്കട്ടെ. തീർച്ചയായിട്ടും ഇത് സ്കൂളിന് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ സ്കൂളിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഓരോരുത്തരോടും ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് എന്ന് ഷാജി കെ തയ്യൽ, പ്രസിഡന്റ്, പാലക്കാട് സഹോദയ. താങ്ക് യു.